ഇപ്പൊ നമ്മളിന്ന് ഒരു അൺബോക്സിംഗ് ആണ് കേട്ടോ. ഒരു അൺബോക്സിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട്. അത് തുറന്ന് കാണിക്കുക. അത് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്കാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇത് തന്ന ചേച്ചി അവരുടെ പേരോ ഒന്നും വീഡിയോയിൽ പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പറയുന്നു പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു അത് വീഡിയോയിൽ കാണിക്കുകന്നെ ചെയ്യരുത് എന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ മക്കൾക്ക് ഇത് ഇങ്ങനത്തെ കിട്ടുന്നത് ആദ്യമായിട്ടല്ലേ. അപ്പൊ നിങ്ങളെ എല്ലാവരും നമ്മളെപ്പോഴും കാണിക്കുന്നതല്ലേ എന്ത് വിശേഷങ്ങളുണ്ടെങ്കിലും. അപ്പോൾ ഇന്ന് ഇത് മാത്രമല്ല കേട്ടോ, 2 സമ്മാനങ്ങളും കൂടി വേറെ മക്കൾക്കുള്ളത്. എന്താ വലത് കൈ തരുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്താ എനിക്ക് മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അയച്ചു തന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവും. ഇന്ന് ഒച്ചയും ബഹളം ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ഇനി ഒച്ചയും ബഹളമേ ഉണ്ടാവില്ല. കാരണം അത്രയും സന്തോഷത്തിലാണ് കേട്ടോ. ഇത് വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയ്ക്ക് ആവാറായി. നമുക്ക് ഓരോ തിരക്ക് കാരണം നമ്മളിതൊന്നും അഴിച്ചിട്ടില്ല. അത് കിട്ടിയ പാട് അങ്ങനെ വെച്ചിട്ടാണ്. നമ്മുടെ കുഞ്ഞൻ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഓണത്തിന് ഇത് എന്താ പൊട്ടിക്കുള്ളൂ, ഓണം കഴിയണ വരെ ഇത് പൊട്ടിക്കില്ല, ഇത് അവിടെ ഇരുന്നോട്ടെ എന്ന് പറയും. അല്ലെ കുഞ്ഞ? ഇന്നത് ഇതാണ് വീഡിയോ പറഞ്ഞപ്പോ കുഞ്ഞൻ എന്താ പറഞ്ഞെന്ന് അറിയാം, എടുത്ത വായിക്ക് ഇത് പൊട്ടിക്കേണ്ട, അത് ഓണത്തിന് പൊട്ടിച്ചാൽ മതി. ഇത് എന്തൊരു അനുസരണ അല്ല ഒരു കുട്ടിയാണ് വെച്ചിട്ടാ. അപ്പൊ ഇതെന്താണ്? റോക്കറ്റ്. നമ്മള് നമ്മളിത് കണ്ടിട്ടില്ല കേട്ടോ. ഇത് കണ്ടിട്ടില്ല ഇവിടെ അല്ലേ. ഇത് മാത്രം. ഇത്രയും ദിവസം ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞാൽ തന്നെ എത്ര ശ്രദ്ധിച്ചിട്ട് എടുത്ത് വെച്ചിട്ടാണെന്നറിയോ. അല്ല പറഞ്ഞു വെച്ചാല് ഇതെപ്പോഴോ ഇതെടുത്ത് ഇതാക്കാൻ സമയം കഴിഞ്ഞു. എന്തായിട്ടൊന്നും പിന്നെ ഇങ്ങനെയാണ് സാധനങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ സാധനം ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടോ? ഇതാ മുട്ടി ഉണ്ടാക്കണോ? ഇതെന്താ സിറഞ്ച്, പിന്നെതാ റബ്ബർ ബാൻഡ്. ഇതാ ഇതിലുണ്ടേ ഉണ്ടാക്കണതൊക്കെ. ഇതൊരു ബുക്ക് കേട്ടോ. ഈ സംഭവം എന്നെ കൊണ്ട് എന്തായാലും കഴിയില്ല, സത്യം പറയല. എനിക്ക് ഈ ബോക്സ് മുറിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കണം. പേപ്പറുകള് ഇതാണ്ട് അതുകൾ മുറിക്കണം. അതെ അങ്ങനെയാണ് കുട്ടിയോട് പെട്ടുവിട്ടോ കുഞ്ഞ പറയാ. ഇതാ ഈ സാധനം ഉണ്ട് കേട്ടോ അതില്. അടിപൊളി സാധനം. ഇതാ കണ്ടോ, ഈ ഒരു രൂപം വരും തോന്നുന്നുണ്ട് കേട്ടോ. അതാണ്ടോ ഈ ഷേപ്പ്. അമ്മ എന്താ വിചാരിച്ചറിയോ? ഞാനെന്താ വിചാരിച്ചറിയോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റോക്കറ്റ് ഇങ്ങനത്തെ ഇതുപോലെ ആയിരിക്കും പെട്ടിയിൽ എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ സാധനം. ഇത് എന്തായിട്ടത് മരത്തിന്റെ ആണ് കേട്ടോ. അത് കണ്ടോ, മരത്തിന്റെ ആണ്. ഒന്ന് അമർത്തി പോലെ പൊട്ടുന്നു. ഇപ്പൊ പൊട്ടിക്കേണ്ട പൊട്ടിക്കും വേണ്ട. പിന്നെ തൽക്കാലം വീഡിയോയിൽ എങ്ങനെയൊന്നും അസംബ്ലി ചെയ്ത് കാണിക്കാൻ പറ്റില്ല. കുഞ്ഞൂര് വിശേഷം. വലിയമ്മ ഇവനെ ചവിട്ടിയിട്ടില്ലേ അത് മോളിക്ക് പോകുന്നു. ഹൈഡ്രോളിക് എന്ന് പറയുന്നത് ഇതിലാണ്. ഇതിന്റെ സംവിധാനങ്ങൾ ഇതിലൊക്കെയാണ്. ഇതിലിങ്ങനെ കാറ്റടിച്ചിട്ട് ഇങ്ങനെ അടുപ്പിച്ച് തെറിപ്പിക്കേണ്ട ഇത് ഒന്നുണ്ട്. പിന്നെ ഇത് എന്തിനാണോ കേട്ടോ? കണ്ടോ ഈ സാധനം ഒട്ടിക്കാനുള്ളതാ. ഒട്ടിക്കാനുള്ളതാ, ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അതെ. അപ്പൊ ഇതിന്റെ വർക്കിംഗ് എങ്ങനെ ഇതിലെന്താ കാണിച്ചെന്ന് വെച്ചെങ്കിൽ ഇതല്ലേ ഈ ചോന്ന ഈ സാധനല്ലേ, ഇത് ഇങ്ങനെ തെറിക്കാണ് ചെയ്യുക. തെറിക്കാണ് ചെയ്തോണ്ട് അല്ലേ ചെടിയടിച്ച് അതങ്ങോട്ട് തെറിക്കുന്നതാണ്. ഈ സിറിഞ്ച് ഇങ്ങനെ ആക്കുമ്പോ ഈ സാധനം തെറിക്കുന്നതാണ്. അപ്പൊ നമുക്കത് കുറച്ച് സമയം വേണം സെറ്റ് ചെയ്യാൻ. എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാട്ടോ. നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം. ഈ വീഡിയോയില് ഇതുപോലെ ആവും തോന്നുന്നുണ്ട് സംഭവം. അതുപോലെ ആവുന്നല്ല, അതുപോലെ തന്നെയാണ്. നേരെ വെച്ചെടുക്കും. ഇത് എന്താ പ്രശ്നം അറിയോ? ഇതിൽ ഒരു സാധനം മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നിനും പറ്റില്ല കേട്ടോ. അതല്ലേ ഇത് എത്ര സാധനങ്ങൾ ഇതിലേക്ക് വേണ്ടതാണ്. അപ്പൊ അല്ലേ അല്ലേ ഇതിൽ എന്തെങ്കിലും ഒരു സാധനം മിസ്സായി പിന്നെ ഇതൊന്നിനും പറ്റില്ല. അപ്പൊ കറക്റ്റ് ആക്കിട്ട് വെച്ചത് പോലെ തന്നെ വെക്കും. എന്നിട്ട് നമുക്ക് ഇതില് ഒന്നുണ്ടാക്കിട്ട് കാണിക്കാം. ഒരു സാധനം കൂടി ഉണ്ടായിരുന്നേ. അതാ ഇതുണ്ട് കേട്ടോ. അതെ കണ്ട. പിന്നെ ഇതൊരു സാധനം കേട്ടോ.
എന്താന്നുള്ള എങ്ങനെ കാണിച്ച മനസ്സിലാവില്ല. ഇത് ഇങ്ങനെ ഒന്ന് ഓണാക്കി നോക്കി കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ? കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമുള്ളതാണ് കേട്ടോ അതൊക്കെ. എന്തൊക്കെയാന്നുള്ള ഇതാണല്ലേ കണ്ടില്ലേ? അതെന്താ അത്? ഇവിടെ അടുത്തേക്ക് ഒന്ന് കാണിച്ചാലേ മനസ്സിലാവും. ഇത് ഫാദർ, ഇത് മദർ. അപ്പൊ നമുക്ക് കുട്ടികൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ മദർ ഇങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തിരിച്ചു വെച്ചു കൊടുത്താ അപ്പൊ ഇതിങ്ങനെ തിരിച്ചിങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ട. അപ്പൊ നമുക്ക് കുഞ്ഞുണ്ണിക്കൊക്കെ പഠിപ്പിക്കാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ ഇതെന്താണ് ഇത് നേഴ്സ്, ഇത് നേഴ്സ്. എന്നിട്ട് ഇതിങ്ങനെ വെച്ചെടുത്തു കഴിഞ്ഞാൽ എന്താ ചോദിച്ചിട്ട് ഇങ്ങനെ വെച്ചെടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേഗം പറഞ്ഞു മനസ്സിലാക്കാൻ നല്ലൊരു സാധനമായിട്ട് കിട്ടിയത്. നേഴ്സ് കരണ്ടും പോയി. നേഴ്സ് എന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ സോൾജിയർ. അതെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ സോൾജിയർ പാടും. അളവാണ് സംഭവം. പപ്പു സോൾജിയർ ഇതെന്താ കുഞ്ഞുണ്ണി പറയൂ? ടൈഗർ. കണ്ട, ഇത് സിംഹം. സിംഹത്തിന് ഇങ്ങനെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള പോലെ അല്ല കേട്ടോ, ഇത് കുറച്ച് പ്രത്യേകതയുണ്ട്. ഓ കുഞ്ഞുണ്ണി ഇത് പുലി, പുലിക്കുട്ടി, പുലിക്കുട്ടി, കടുവ, ടൈഗർ. ടൈഗറാണേ. അപ്പൊ ടൈഗർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാ എന്താ അപ്പൊ അത് വേറെന്തോ ആണ് പറയണത്. ഇതും കൂടി ഗോറില്ല. അതാ നോക്ക് നിക്ക് ഗോറിന്റെ സൗണ്ട് കേട്ടെ. കുഞ്ഞുണ്ണിയുടെ നോക്കാം. അപ്പൊ ഇതാണ് വേറൊരു ഗിഫ്റ്റ്. അപ്പൊ ഇതിനുണ്ട്, ഇത് ഒന്നുമില്ല കേട്ടോ, അത് ഒരുപാട് കാർഡ് ഉണ്ട്. 100ലധികം ഉണ്ട് അല്ലേ? ഇത്രയും കാർഡ് ഉണ്ട്. മഞ്ഞ കളറ് ഓരോ സാധനങ്ങളുടെയും, എന്താ പച്ച കളർ ഫ്രൂട്ട്സ് കളറ്, എന്താ ഷേപ്സ്, പിന്നെ വയലറ്റ് കളറ് ആനിമൽസ്, ബേർഡ്സ്. ഇതാണല്ലേ? ഇതൊക്കെ കണ്ട, ഇത്രയും കാർഡ് ഉണ്ട് കേട്ടോ. ഒരുപാട് വെജിറ്റബിൾ ഉണ്ട്. മഞ്ഞ കാണുന്നത് അങ്ങനെ വണ്ടികളുടെ ഉണ്ട്. പിന്നെ പിന്നെ ജീവികളുടെ ഓരോന്ന്, അനിമൽസ്. പിന്നെ ഇത് മാസ്ക്, റെയിൻകോട്ട്, പാന്റ്, ഫാമിലി മെമ്പേഴ്സ്. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഒരുപാട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ നല്ല ഉപകാരമുള്ള സംഭവം കേട്ടോ. ഇതാണ് അടുത്തൊരു സാധനം. ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ, നമ്മളിതുവരെ കണ്ടിട്ടില്ല. നിങ്ങളൊക്കെ കണ്ടവരൊക്കെ ഉണ്ടാവും ചിലപ്പോ. ഇനി ഒരു സാധനം കൂടി ഉണ്ട്. അതെവിടെ എടുത്തിട്ട് വാ. ഇതൊക്കെ ചാർജിങ് ആണ് കേട്ടോ. ഉണ്ട്, അത് ഇവിടെ ചാർജ് ചെയ്യാനുള്ള സംഭവം. നമ്മുടെ മൊബൈലില് കൊടുത്ത് ബി ടൈപ്പ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാണ്. പൊന്നൂസിനൊക്കെ പഠിപ്പിക്കാൻ പറ്റിയ സാധനമാണ്. ഇനി അടുത്തൊരു സാധനം, ഇതിന് എല്ലാവർക്കും ഇതെല്ലാവർക്കും അറിയുന്ന ഒരു സാധനം തന്നെയാണ്. എവിടെ ഇതിന്റെ സ്വിച്ച്? ഇതൊക്കെ പിടിച്ചിട്ട് പൊളിക്കണ്ട. നമ്മുടെ കുഞ്ചൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, നമ്മുടെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാട്ടില്ല അച്ഛമ്മേണ്ടത് ആൾക്കാര് കളിയാക്കണ പോലെ അല്ലേ? പൊന്നൂസ് വെച്ച് കഴിഞ്ഞാ പൊന്നൂസ് സ്ഥലം വിടും.
ഹലോ അമ്മ അതില് 120ഓളം പാട്ടുകൾ ഇതിലോ അതാ പാട്ടിന്റെ വേണ്ട 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 പാട്ടേക്കട്ടെ ആ കുട്ടി നിർത്ത് കുട്ടിക്ക് പേടിയാ നിർത്ത് പൊന്നൂസിന് പേടി ഈ സാധനം പൊന്നൂസിന് പേടിയട്ടോ ഓഫാക്കട്ടെ പക്ഷെ എന്താ അയ്യോ ഹലോ ഇത് ഓഫാക്കി ഈ സംഭവം നമ്മള് കൊറേ വീട്ടിൽ കൂടെ കണ്ടിട്ടുണ്ട് കൊറേ ആൾക്കാര് വീഡിയോ കൂടെ ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് കിട്ടിയപ്പോ ഞാനില്ലേ കുട്ടികളും ഇങ്ങനെ കളിക്കാന് കുട്ടികൾ ഇതിങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2 ദിവസം കൊണ്ട് അവര് കേട് വരുന്നില്ല. അപ്പൊ നമ്മള് വീഡിയോയിലൊക്കെ ഒന്ന് കാണിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേ നമ്മുടെ മക്കൾക്ക് അയച്ചെന്ന ചേച്ചിക്കും കുടുംബത്തിനും ഒക്കെ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ കൊടുക്കട്ടെ. നമ്മുടെ മക്കള് സത്യം പറയാ നമ്മുടെ മക്കൾ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താണല്ലമ്മ ഞങ്ങളെ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ സത്യം വിചാരിച്ചെന്താ പറയാ ഇതുപോലത്തെ ഒരു സംഭവമായിരിക്കും ഇതിലെന്നാ വിചാരിച്ചത്. പക്ഷെ ഇത് ഉണ്ടാക്കേണ്ട കാര്യമാണെന്നൊന്നും എനിക്ക് അറിയായിരുന്നില്ല. അപ്പൊ ഞാൻ എന്നിട്ട് പറഞ്ഞേ ഇവര് സ്കൂളിലേക്ക് പോകുമ്പോ പൊന്നൂസ് ഇവിടെ ഒറ്റയ്ക്കാവില്ലേ, അപ്പൊ അവനെയും കൊണ്ട് കളിപ്പിക്കാന്ന്. പക്ഷെ ഇതാണ്ട് സൗണ്ട് വെച്ചു കൊടുത്ത പൊന്നൂന് എന്തൊരു പേടിയാന്നറിയോ. പിന്നെ അമ്മ നേരത്തെ വീഡിയോ എടുക്കണം പറഞ്ഞ ഇപ്പൊ ഇവര് 2 പേരും സ്ഥലത്തില്ലാണ്ട് നമ്മൾ എന്താ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്ന് വീഡിയോ ഉണ്ടാവില്ല വിചാരിച്ചാണ്. അപ്പോഴാണ് ഈ ചേച്ചി തന്ന സമ്മാനങ്ങൾ കാണിച്ചു തരുന്നത്. ചേച്ചി അത്രയും പറഞ്ഞു ഇത് കാണിക്കരുത്. പക്ഷെ നമ്മുടെ ഒരു സന്തോഷമല്ലേ അമ്മ. കാരണം നിങ്ങളെല്ലാവരും ചേച്ചിക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ 2 ചാനലിലും ഇപ്പൊ ഒരേപോലത്തെ വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞ കൂട്ടുകാർ കമന്റ് ഇട്ടിരുന്നു കേട്ടോ. കാരണം നമ്മള് എന്താ 2 വീഡിയോ ഒരേപോലെ ആവണമെന്ന് വിചാരിച്ചു കഴിഞ്ഞു വെച്ചാല് നമുക്ക് ചില സമയത്ത് വീഡിയോ എടുത്തു തരാനൊന്നും അത് സംഭവം പേടിച്ചിട്ടാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഫസ്റ്റ് ചാനലിട്ടായിരുന്നു അതേപോലെ തന്നെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ചാനലിൽ എന്തെങ്കിലും കോട്ടം പറ്റുകയാണെങ്കിലും നമ്മൾ വേറൊരു കണ്ടന്റ് വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഇത് കോണാക്കല്ലേ വേറെ എന്തെങ്കിലും ഒരു കണ്ടന്റ് വെച്ച് നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതേപോലുള്ള വീഡിയോ ഇടാൻ പറ്റാതെ പോകും. അതുകൊണ്ടാണ് നമ്മൾ 2ലും ഒരേ തന്നെയാണ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ചാനലിന് എന്തെങ്കിലും പ്രശ്നം പറ്റുകയാണെന്നുണ്ടെങ്കിലും ഒരേ വിഷയങ്ങളാവുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് പുറത്ത് പോയി വീഡിയോ എടുക്കാന്ന് പറഞ്ഞാലൊന്നും എനിക്ക് കിട്ടില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇല്ല. ഞാൻ വീട്ടിൽ നല്ല പുറത്ത് പോയിട്ടൊന്നല്ല, ഇപ്പൊ ഈ റോട്ടിക്ക് ഇറങ്ങിയിട്ട് അടക്കം പറ്റില്ല. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞതാ ഈ റോട്ടിലൊക്കെ ഇറങ്ങി നിന്ന് എന്തെങ്കിലും പറയുന്ന പറഞ്ഞിട്ട് ഒന്ന് റെഡി പറയുമ്പോഴേക്ക് അവിടുന്ന് ഒരു വണ്ടിയുടെ സൗണ്ട് കിട്ടാൽ മതി, ആ വീഡിയോന്റെ ഫുള്ള് മൂഡ് കളയും. പിന്നെ അപ്പൊ പിന്നെ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് പേടിയാണ്. ടാർപ്പായുടെ മറവിലും വീടിന്റെ ഉള്ളിൽ നിന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള കളിയിലും മാത്രം നടക്കും. അമ്മയും കളിയാക്കും, ഏട്ടനും കളിയാക്കും, സുകന്യയും കളിയാക്കും. പുറത്തു പോയ വീഡിയോ ഒരു മനുഷ്യൻ പാടില്ല. ആളും മനുഷ്യൻ പറമ്പിലാണെങ്കിലും പോയിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന രീതിക്ക് ആരും പാടില്ല ആ ഭാഗത്ത്. നമ്മള് 2 റെസ്റ്റോറന്റിൽ പോയിട്ട് 2 പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്നിടത്ത് ആ റെസ്റ്റോറന്റ് ആ ഭാഗത്തേക്ക് ഒരു മനുഷ്യൻ കയറി വരില്ല. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ അതും പറ്റില്ല. അങ്ങനെയല്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് പേടിയും പിന്നെ ഒരു മടിയാണ്. എന്താ എന്നെ ചിന്തിക്കുക, എന്താ എന്നെ പറ്റി പറയാ, അങ്ങനെ നമ്മളിപ്പോ ഏകദേശം ഒരു 10-800 വീഡിയോക്ക് മേലെ എടുത്തിട്ട് ഇനിയും പേടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഒരു കാര്യം നടക്ക്, നമുക്ക് അടുക്കളയ്ക്ക് പോവാ. എന്റെ മെയിൻ സ്റ്റുഡിയോ അവിടെയാണ്, അതുകൊണ്ട് ഇവിടുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നും ഞാൻ അടുക്കളയില്ല വിചാരിച്ചിരിക്കുന്നു. അതൊക്കെ എപ്പോഴോ മാറുന്ന സമയം കഴിഞ്ഞപ്പോ നമ്മള് 10-800 വീഡിയോ കഴിഞ്ഞല്ലോ, 1-2 ഞാൻ കിട്ടിയില്ലെങ്കിൽ ഒരു പ്രാവശ്യം തെറ്റിക്കഴിഞ്ഞാൽ 2ാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടേ വരൂ. അത് രസം കേട്ടോ. എനിക്ക് എന്റെ കുറവുകൾ ഞാൻ പറയണല്ലോ, അത് നമ്മളെപ്പോഴും നമ്മൾ വലുതാന്ന് പറയാ, ഒരിക്കലും ഞാൻ വലുതല്ല. എനിക്ക് ഒരുപാട് കുറവുകളുള്ളതാണ്. എനിക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞു വെച്ചാല് സംസാരിക്കാൻ ഭയങ്കര മടിയാണ്, ഒരു പേടിയാണ്. നമ്മൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവോ, അവരെന്നെ എങ്ങനെയാണ് ചിന്തിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു തെറ്റിദ്ധാരണ ആയിരിക്കാം എന്റെ. ഈ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ ലോകത്തിന് എല്ലാ മുക്കിലും അച്ഛൻ കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ അമ്മ കൊണ്ടുപോയിട്ടോ അല്ല, അത് അയാളുടെ പാഷൻ അതായിരുന്നു. അപ്പൊ അയാളത് തെരഞ്ഞു പോയി, അയാള് അതൊക്കെ കണ്ടുപിടിച്ചു, അതിന്റെ വീഡിയോ ചെയ്തു, അയാള് ജീവിതത്തിൽ വിജയിച്ചു. സന്തോഷ് ജോർജ് കുളങ്ങരേനെ അറിയോ? സഫാരി പറഞ്ഞ ചാനൽ കണ്ടിട്ടുണ്ടോ?
സഞ്ചാരം പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ല. അപ്പൊ അതെന്നെ പറഞ്ഞു. അതൊക്കെ എന്താ, അല്ലാണ്ട് അവര് കുടുംബക്കാരോ അല്ലെങ്കിൽ മൂപ്പര് അച്ഛനോ അമ്മയായിട്ട് എവിടെ ലോകം ചുറ്റി കാണിച്ചു കൊടുത്തിട്ടല്ല അയാൾ അങ്ങനെ സഞ്ചാരിയായി പോയത്. അത് അവര് ആഗ്രഹമാണ്. അപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ ആഗ്രഹം എന്തോ അതിനനുസരിച്ച് നമ്മൾ വളരുക. നമ്മൾ താഴേക്ക് നിന്ന് വിചാരിച്ച് പോയോ അന്നോട്ട് നമ്മൾ താഴേക്ക് വരും. നമ്മൾ മേലേക്ക് വരുമ്പോൾ പല പ്രതിസന്ധികളും ഉണ്ടാവും, പലതും തരണം ചെയ്യാണ്ടാവും. അതൊക്കെ തരണം ചെയ്ത് മറികടന്ന് വരുമ്പോഴേ അതിലൊരു ഫിനിഷിംഗ് ഉള്ളൂ. അപ്പൊ നമ്മുടെ ഫിനിഷിംഗ് മാത്രം അടുക്കളയിൽ ആരും കാണാത്തോടത്തൊന്നും ഇങ്ങനെ എന്തെങ്കിലും അങ്ങനെയല്ല. എനിക്ക് എന്താ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇനി ആരെങ്കിലും സംസാരിക്കട്ടെ ഞാൻ വേഗം ബേക്കിക്ക് മാറും. മാറിയില്ല മോനെ അപ്പൊ കൊറേ. ഈ 800 വീഡിയോ ചെയ്ത ഒരാള് ഇന്നിപ്പോ ഇങ്ങനെയൊന്നല്ല. ഞാൻ കൊറേ എനിക്ക് എന്താ എന്റെ പഴയ പ്രസീതേന്ന് ഇപ്പത്തെ പുതിയ പ്രസീത കൊറേ മാറ്റം വന്നിട്ടുണ്ട്. ഞാനിപ്പോ ആകെ മാസത്തില് ചിലപ്പോ 1-2 വീഡിയോ നിന്നാലായി, അത്രേ ഉള്ളൂ. പക്ഷെ ഞാനൊരു പ്രൗഢന്റെ മുന്നിൽ പോയി നിന്നിട്ട് സംസാരിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്ന സംസാരിക്കും. എനിക്ക് ഒരു പേടിയില്ല, ഞാൻ സംസാരിക്കും. അതിനിപ്പോ തല പോണ കേസായാലും ശരി സംസാരിക്കണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു ധൈര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു തൊഴിൽ ചെയ്തിട്ട് കാര്യം. ഇപ്പൊ നാളെ എനിക്ക് നല്ലൊരു അവസരം പോയി, ഞാനായിട്ട് തട്ടിക്കളഞ്ഞു കേട്ടോ. എനിക്കൊരു ആദരവ് ഉണ്ടായിരുന്നു പാലക്കാട് വെച്ചിട്ട്. അപ്പൊ അതിനവര് 3 മണിയാകുമ്പോ ചെല്ലാൻ പറഞ്ഞിരുന്നാണ്. കഴിച്ചോടെ എന്താ 3 മണിക്ക് പോവാൻ പറഞ്ഞത്. അപ്പൊ അതൊക്കെ വിളിച്ച ആൾക്കാർ ഫുള്ള് VIP ആൾക്കാരാണ്. ഞാനത് വിചാരിച്ചു സാധാ നമ്മളൊക്കെ എങ്ങനെ പോയി ചൊല്ലി ഇതായി നിക്കണ്ടേന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പോവാന്ന് പറഞ്ഞിട്ട് വണ്ടി കേടുവന്നൊക്കെയാണ് ഏട്ടന്റെ വണ്ടി കേടുവന്ന് ഏട്ടൻ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് ഏട്ടൻ കൂട്ടുകാരന്റെ വണ്ടി വാങ്ങിട്ട് വന്നു. ഞാൻ 1 മണിവരെയൊക്കെ എങ്ങനെയെങ്കിലും പോകും. 1 മണി കഴിഞ്ഞപ്പോ എനിക്ക് പേടി. ഇനി ഞാൻ എന്താ അവരോട് പോയി പറയാം, അവരെന്നോട് സംസാരിക്കാൻ പറഞ്ഞാൽ ഞാൻ എന്താ അവരോട് സംസാരിക്കുക, എനിക്കൊന്നും ചിലപ്പോ സംസാരിക്കാൻ കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏട്ടൻ അടുത്ത് പറഞ്ഞു, ഏട്ടൻ ഞാൻ ഇല്ല, നമുക്ക് പോണ്ട. ഞാൻ അച്ഛൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, ഇല്ലെങ്കിൽ യൂട്യൂബ് നമ്മളെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് അങ്ങനെ പോണം. അല്ലാണ്ട് പുറത്തേക്ക് ഇങ്ങനെ ഉള്ളിക്കല്ല പോകേണ്ടത്. സത്യം. അതുകൂടി ഒരു കാര്യം പറയലോ, ഒരു നെഗറ്റീവ് വരിക വെച്ചാൽ എനിക്ക് ഞാൻ വിചാരിക്കും ഞാനൊരു തെറ്റും ചെയ്യാണ്ട് എന്തിനാ എന്റെ നെഗറ്റീവ് അടിക്കുന്നത്. എനിക്കപ്പോൾ ടെൻഷൻ ആവും. എന്റെ ഉള്ള കാര്യം പറയലോ, നമ്മള് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് നെഗറ്റീവ് വരുമ്പോ ഞാൻ പറയും അയ്യോ ഞാനൊരു തെറ്റും ചെയ്യാണ്ടല്ലേ എന്നെ ഇങ്ങനെ പറയുന്നത്. ഇവിടെ തെറ്റ് ശരി എന്നുള്ളതൊന്നുമല്ല. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മളൊരു സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ അപ്പോഴത്തെ ആ മൂഡിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതിനനുസരിച്ചാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അത് ചിലപ്പോൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മളത് കാണുന്നു പറഞ്ഞാൽ അപ്പം നമുക്ക് ദേഷ്യമായിട്ട് നമുക്ക് തോന്നും. സന്തോഷമായിട്ടിരിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് നമ്മൾ ജീവിച്ചു പോകുന്ന ഒരു കാലം അങ്ങനെയായിരുന്നു, നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് തോന്നും. അതല്ലാണ്ട് വെറുപ്പെടുത്തിരിക്കുന്ന സമയത്ത് നമ്മളിത് കാണുമ്പോൾ അതും വെറുപ്പായിട്ട് തോന്നും. അപ്പൊ അതിന്റെ റിപ്ലൈ തരുമ്പോ ആ രീതിക്കായിരിക്കും ഇതിങ്ങനെയൊക്കെ ഉണ്ടാവും, ഇത് എല്ലാ രീതിക്കും കേൾക്കേണ്ടി വരുന്നതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടിട്ട് വേണം ഒരു കാര്യം ചെയ്യാൻ. നമുക്ക് വൈകുന്നേരത്തെ വറക്കാൻ വേണ്ടിയിട്ട് സ്രാവ് ഉണക്കമീൻ വാങ്ങിട്ട് വരാൻ പറഞ്ഞപ്പോ ഏട്ടൻ പോയിട്ട് സ്രാവ് വാങ്ങിട്ട് വന്ന കേട്ടോ. സ്രാവ് പറഞ്ഞെങ്കിൽ മാത്രം ചെറിയ അതെ, ഓലക്കൊടി പോലുള്ള ഇതും ഓലക്കൊടി പോലുള്ള സ്രാവാണ്. ഇത് വറുത്ത് കഴിഞ്ഞാലേ സുകന്യെ അറിയുള്ളൂ. പക്ഷെ ഇത് കിലോ 300 വേറെ ഇറച്ചി പാത്രമുള്ളത് കിലോ 500 അപ്പൊ ഏത് നല്ലത്? ഏട്ടാ എന്താ സ്രാവ് വാങ്ങിട്ട് കുറേ ആയിട്ടോ, കുറേ ആയിരുന്നു സ്രാവ് വാങ്ങിട്ട്. അപ്പൊ സ്രാവ് കിട്ടിയപ്പോ സന്തോഷമായി. മുളക് വറുത്ത പുളിയും കൂടി വേണം സ്രാവ് മീനിന്. ശരിക്കും അതാണ് വേണ്ടത്. ഒരു മഴയും കൂടി ഇല്ലാണ്ട് എങ്ങനെ കറണ്ട് പോയി കഴിഞ്ഞു എങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഇതില് കുറച്ചൊരു തുള്ളി ഉപ്പും കൂടി ഇടണേ. സത്യത്തിൽ നിങ്ങൾക്ക് ഇത് വേണോ? അച്ഛന് കൊതിയായി. ഞാൻ കുഞ്ഞിന് വേണടാ ചട്ടിച്ചോറ്. അവന് എരിവുള്ള അവനൊന്നും കഴിക്കില്ല. അമ്മോ ചട്ടിയോടെ കഴിച്ചോണ്ട് എന്നിട്ട് ബാക്കി നോക്കിയാൽ മതി. മതിയില്ല, ചോറ് എല്ലാ ദുശീലങ്ങളും കഴിച്ചമാ. നീ വറുത്തത് തരാമ്മ, ചൂടില്ല ഇവിടെ ഇരുന്നോ. നമുക്ക് മീൻ വറുത്തതും പച്ചമുളക് വേണോ ഇതിലിട്ടത്? ഇതിലിതാ ഇങ്ങനെ പച്ചമുളക് ബീഫ് ഇഷ്ടാട്ടോ. അതാണ്ടോ അച്ചുട്ടിക്ക് പച്ചമുളക് വേണോ? ഉണക്കമുളകും മീനും. കുഞ്ഞുണ്ണി ചോറ് കറ്റടി. കുഞ്ഞുണ്ണി എന്താ ചെയ്യുന്ന കണ്ടില്ലേ?
ചോറിനെല്ലാം കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് പാൻ്റെ. എങ്ങനെയുണ്ട്? ഉപ്പുണ്ടായില്? ഉപ്പിന്റെ നീ ഉണക്ക മീനാവണ്ടിന്റെ ഉപ്പുണ്ടോ ചോക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ഉപ്പ് വേണം അത്ര എല്ലാം ഉണ്ട് അല്ലേ? അച്ചുട്ടി എന്നെ കുറച്ചും കൂടി. കുഞ്ഞാ നീ വെറും കൊണ്ടാട്ടല്ലേ തിന്നണില്ല, അതിനൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. വാവുണ്ണിന്ന് കൂട്ടാനെ കൂട്ടിട്ട് ചോറിനിട്ട് വെറുതെ കൊണ്ടാട്ടം തിന്നാനിരിക്കണേ കൊച്ചു കള്ളൻ അല്ലേ? 9:15 ഈ സമയം. കറണ്ട് വരട്ടെ ഇരുന്നിട്ടും എടുത്ത് കളഞ്ഞിട്ടും അങ്ങനെ സമയം പോയി. വെള്ളം ഐശ്വര്യം വന്നു വരും നേരത്തെ തന്നെ ഇതേപോലെ പറയുമ്പോഴേക്കും വന്നു. അതാരോ നമ്മളെ എന്താ മനസ്സറിയുന്നുണ്ട്. അമ്മക്ക് കണ്ണ് വന്നിട്ട് മുഴുകിയില്ല. ഞാൻ എന്താ കണ്ണ് വന്നിട്ട് മുഴുകിയല്ല, കണ്ണടങ്ങിയ അമ്മയ്ക്ക് ഷുഗറിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് നേരത്തെ കഴിക്കേണ്ട സമയത്ത് കഴിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് കണ്ണ് കഴിച്ചോളൂ. കറണ്ട് വന്നല്ലോ പിന്നെന്താ, പാലിനെ തിളപ്പിക്കാം. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.